നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ പാർട്ട് 8 അഡ്വേർബ്സ് ഓഫ് ഡിഗ്രിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതല്പം കടുകട്ടിയുള്ള ഭാഗമാണ്. നന്നായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ സെഷനിൽ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ കേട്ട് ഓരോന്നിൻ്റെയും അർത്ഥം പ്രത്യേകം എഴുതി വെക്കണം. എല്ലാം അഡ്വേർബ്സിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് അഡ്വേർബ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കൂ. കാരണം ഇത് പഠിച്ചതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അഡ്വേർബ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. അഡ്വേർബ് ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്രമാത്രം തീവ്രമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്വേർബാണ് അഡ്വേർബ് ഓഫ് ഡിഗ്രി. നമുക്ക് ഉദാഹരണത്തിലൂടെ പഠിക്കാം. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടു വാട്ട് എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ടു ദ എക്സ്റ്റെൻറ്റ് എന്നൊക്കെ പറയും. എത്രമാത്രം എന്ന് തെളിയിക്കുന്ന അഡ്വേർബാണ് അഡ്വേർബ് ഓഫ് ഡിഗ്രി. നമുക്ക് ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് നോക്കാം, അപ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട്. സെൻറ്റൻസുകൾ നോക്കാം. മിക്കി ഈസ് വെരി ടോൾ. അതുപോലെ ദ ബട്ടർ മിൽക്ക് വി ഹാഡ് വാസ് ടു കോൾഡ്. It's extremely cold this time of the year. Gautam had almost completed his work. The class is unusually quiet today. നമുക്കിവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുള്ള വേർഡ്സ് നോക്കാം. മിക്കി ഈസ് വെരി ടോൾ. മിക്കി വളരെ ഉയരമുള്ള ആളാണ്. ഉയരമുള്ളത് എന്ന് പറയുന്നതിന് കുറച്ചും കൂടി തീവ്രമാക്കി കൊടുത്തു. വെരി ടോൾ. അതുപോലെ ദി ബട്ടർ മിൽക്ക് വി ഹാഡ് വാസ് ടു കോൾഡ്. ഞങ്ങൾ കഴിച്ച ബട്ടർ മിൽക്ക് ആയിരുന്നു ടു കോൾഡ്, വളരെ തണുത്തതായിരുന്നു. ടു എന്ന് പറഞ്ഞാൽ വളരെ ഏറെ എന്നൊക്കെയാണ് അർത്ഥം. ഇനി ഇറ്റ്സ് എക്സ്ട്രീംലി കോൾഡ്, അത്യധികം അങ്ങേയറ്റം തണുപ്പാണ് ദിസ് ടൈം ഓഫ് ദി ഇയർ, ഈ വർഷത്തെ ഈ സമയം. എക്സ്ട്രീംലി. ഇനി ഗൗതം ഹാഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഗൗതം ഹാഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഗൗതം ഭൂരിഭാഗവും അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും, അധികവും എന്നർത്ഥം. ദ ക്ലാസ് ഈസ് അൺയൂഷ്വലി ക്വയറ്റ് ടുഡേ. ക്ലാസ് ഇന്ന് അസാധാരണമായ വിധം ശാന്തമാണ് ഇന്ന്. അൺയൂഷ്വലി എന്ന് പറഞ്ഞാൽ യൂഷ്വൽ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. അസാധാരണ വിധം, പതിവില്ലാത്ത, അപൂർവമായ നമുക്കർത്ഥം. അപ്പോൾ ഈ പദങ്ങളിലൊക്കെ ഒരു ഡിഗ്രി, ഒരു തീവ്രത കാണിക്കുന്നുണ്ട്. വെരി, വളരെ, അത്യധികം, ഏറെക്കുറെ, അസാധാരണമായ വിധം എന്നൊക്കെ പറയുന്നത് ഒരു ഡിഗ്രി കാണിക്കുകയാണ്. എത്രമാത്രം തീവ്രമാണത് എന്ന് കാണിക്കുകയാണ്. അതിനാണ് അഡ്വേർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഉദാഹരണങ്ങളൊന്ന് വായിക്കാം. ടു, ഹൊറിബ്ലി, ഓൾമോസ്റ്റ്, ബെയർലി, വെരി, അൺയൂഷ്വലി, കംപ്ലീറ്റ്ലി, അബ്സല്യൂട്ട്ലി, എക്സ്ട്രീംലി, വണ്ടർഫുള്ളി, ഡീപ്ലി, ഫുള്ളി. അർത്ഥം പറയാം. ടു എന്ന് പറഞ്ഞാൽ ഏറെ എന്നർത്ഥം. അതുപോലെ ഹൊറിബ്ലി ദാരുണമായ, ഭയാനകമായ, ഭീകരമായ എന്നൊക്കെ അർത്ഥം. ഓൾമോസ്റ്റിന് അധികവും, ഭൂരിപക്ഷവും. ബെയർലി എന്ന് പറഞ്ഞാൽ വെറും എന്നർത്ഥമുണ്ട്, മറവില്ലാത്ത എന്നർത്ഥമുണ്ട്. അതുപോലെ ഓൺലി ജസ്റ്റ് എന്നാൽ ഒന്നും ഇല്ല എന്നർത്ഥമുണ്ട്. നോ എന്നുള്ള അർത്ഥമുണ്ട്. അതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഠിക്കും. അപ്പോൾ പലതിനും പല അഡ്വേർബ് ഓഫ് ഡിഗ്രിക്കും നോ എന്നുള്ള അർത്ഥമുണ്ട്. അതൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. പിന്നെ വെരി എന്ന് പറഞ്ഞാൽ തികച്ചും, അത്യന്തം, വളരെ എന്നൊക്കെ അർത്ഥം. അൺയൂഷ്വലി എന്ന് പറഞ്ഞാൽ അസാധാരണമായി, അപൂർവമായി, പതിവില്ലാത്ത എന്നൊക്കെ അർത്ഥം. കംപ്ലീറ്റ്ലി പരിപൂർണമായി. അബ്സല്യൂട്ട്ലി പൂർണ്ണമായി, തീർച്ചയായും എന്നർത്ഥം. എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അങ്ങേയറ്റം, വളരെയധികം. അതുപോലെ വണ്ടർഫുള്ളി എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിധം,
അത്ഭുതകരമാം വിധം എന്നൊക്കർത്ഥം. ഡീപ്ലി ആഴത്തിൽ, അഗാധമായി എന്നൊക്കർത്ഥം. ഫുള്ളി മുഴുവനായി. ഇനി ക്വയറ്റ്, ഹാർഡ്ലി, ഇനഫ്, റിയലി, റിമാർക്കബിളി, സംവാട്ട്, ടെറിബിളി, ലാർജ്ലി, സ്കെയർസ്ലി, ബാഡ്ലി, ഫയർലി, ഇൻക്രെഡിബിളി, പ്രറ്റി, ഇൻസൈൻലി, ഗ്രേറ്റ്ലി. ഓരോതിൻ്റെ അർത്ഥം നോക്കാം. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും എന്നർത്ഥം, തികച്ചും. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ഉണ്ട്, ഇല്ല എന്നർത്ഥമുണ്ട്. കഷ്ടിച്ച് എന്നർത്ഥമുണ്ട്. പ്രയാസപ്പെട്ടുകൊണ്ട് എന്നർത്ഥമുണ്ട്. ഇനഫ് എന്ന് പറഞ്ഞാൽ ധാരാളം, യഥേഷ്ടം. റിയലി യഥാർത്ഥത്തിൽ. റിമാർക്കബിളി അസാധാരണമാം വിധം, ശ്രദ്ധേയമായ വിധം എന്നർത്ഥമുണ്ട്. സംവാട്ട് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി, അതുപോലെ ഒട്ടാകെ, കുറേശ്ശെ എന്നൊക്കെ അർത്ഥമുണ്ട്. ടെറിബിളി ഭയങ്കരമായി അല്ലെങ്കിൽ ദാരുണമായി, ഈ അർത്ഥമൊക്കെ ഉണ്ട് അതിന്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം. ഇനി ലാർജ്ലി എന്ന് പറഞ്ഞാൽ വൻ തോതിൽ, അതുപോലെ വളരെ, മുഖ്യമായും എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ സ്കെയേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വിരളമായി, കുറവായി എന്നൊക്കെ അർത്ഥം. ബാഡ്ലി മോശമായി, അതുപോലെ വളരെ അധികം എന്നർത്ഥമുണ്ട്. ഫയർലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി, പൂർണ്ണമായി എന്നൊക്കെ അർത്ഥം. ഇൻക്രെഡിബിളി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി, അത്ഭുതകരമായി. പ്രറ്റി ആകർഷകമായി, മനോഹരമായി. പിന്നെ ഇൻസെയിൻലി എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായി എന്നർത്ഥം. ഗെറ്റിംഗ് ഇൻസെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭ്രാന്തമാവുക എന്നർത്ഥം, ഭ്രാന്താവുക എന്നർത്ഥം. അതിൽ നിന്ന് വന്നാണ് ഇൻസെയിൻലി, ഭ്രാന്തമായി. ഗ്രേറ്റ്ലി എന്ന് പറഞ്ഞാൽ അത്യന്തം, അതുപോലെ ഏറ്റവും, അതിയായ എന്നൊക്കെ അർത്ഥം. ഇനി ഹൈലി, ലെസ്, ജസ്റ്റ്, സ്ട്രോങ്ലി, മോസ്റ്റ്, മച്ച്, ഇൻറ്റൻസ്ലി, തറോലി, ലിറ്റിൽ, ലീസ്റ്റ്, പ്യുവർലി, അറ്റേർലി. ഇതിലൊക്കെ ചിലതൊക്കെ നോ എന്നുള്ള അർത്ഥമുള്ളതുണ്ട് കേട്ടോ. നോ എന്നർത്ഥം ഉണ്ടാകും, വേറെ അർത്ഥങ്ങളുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നമുക്ക് പ്രാക്ടീസ് സെഷനിൽ പഠിക്കാം. ഹൈലി എന്ന് പറഞ്ഞാൽ അത്യന്തം, വളരെ എന്നർത്ഥം. ലെസ് ചെറിയ, കുറഞ്ഞ. നോ എന്നർത്ഥം ജസ്റ്റ് വെറും, കൃത്യമായി. അതുപോലെ സ്ട്രോങ്ലി ശക്തിയായി. മോസ്റ്റ് ഏറെ. മച്ച് ധാരാളം. ഇൻറ്റൻസ്ലി ഗാഢമായി, തീവ്രമായി. അതുപോലെ തറോലി എന്ന് പറഞ്ഞാൽ തികച്ചും, സമ്പൂർണ്ണമായി, നന്നായി എന്നൊക്കെ അർത്ഥമുണ്ട്. ലിറ്റിൽ എന്നുള്ളതിന് ശേഷം എന്നർത്ഥമുണ്ട്. കുറഞ്ഞ എന്നർത്ഥമുണ്ട്. പിന്നെ നോ എന്നർത്ഥമുണ്ട്. ലീസ്റ്റ് എന്നുള്ളതിന് നോ എന്നർത്ഥമുണ്ട്, ഏറ്റവും ചെറിയ എന്നർത്ഥമുണ്ട്. പിന്നെ പ്യുവർലി എന്ന് പറഞ്ഞാൽ തികച്ചും എന്നർത്ഥം. അട്ടേളി എന്ന് പറഞ്ഞാൽ തികച്ചും, തീർത്തും, അങ്ങേയറ്റം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാക്ടീസ് നോക്കാം. പ്രാക്ടീസ് സെഷൻ നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ അർത്ഥം കണ്ടെത്തി എഴുതേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു പണിയാണ്. ഞാൻ വായിച്ചു തരാം. സ്ട്രോങ്ലി, വെരി, ടു, ഇൻക്രെഡിബിളി, ഓൾമോസ്റ്റ്, പ്രറ്റി, ലാർജ്ലി, അൺയൂഷ്വലി, തറോലി, റിയലി. ഇതെല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. 1. I felt dash lucky to have been able to make it to the Gokarna trek. 2. The doctor dash recommended that we take 2 or 3 opinions before we made a decision. 3. I dash understand your situation and would like to help. 4. The hall was dash occupied by the friends of the bride and groom. 5. This task seems to be dash difficult. 6. The event went on dash well without much problems. 7. Do you know why this area is dash crowded today? 8. It was dash sultry in Coimbatore last week. 9. You better eat soon. The food is dash over. 10. He felt dash bad for having shouted at you earlier. ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ അപ്പുറം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളിതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നോക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ അബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു സോ മച്ച്. അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്ര തവണ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്വേർബിനാണ് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ കൃത്യമായിട്ടത് നോക്കാം.